അൺഎയ്ഡഡ് സ്കൂളുകളിലെ അനധികൃത +1 പ്രവേശനത്തിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. എയ്ഡഡ് സ്കൂൾ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തന്നെ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ ഡയറക്ടറാണ് സർക്കുലർ ഇറക്കിയത്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ അഡ്മിഷൻ റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്കൂളുകളിലെ +1 പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം നല്ല വ്യക്തത വരുത്തുന്ന നിലയിൽ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ ഡയറക്ടറാണ് ആ സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. അതിലെ മാനേജ്മെൻറ്റ് കോട്ട എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, റിസർവേഷൻ കോട്ടകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അത് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയത്തിനിട നൽകാത്ത രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ അഡ്മിഷൻ നടത്തുന്നത് നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ ആ അഡ്മിഷൻ ക്യാൻസലാക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള അധികാരാവകാശം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ചാണോ അൺഎയ്ഡഡ് ആണെങ്കിലും എയ്ഡഡ് ആണെങ്കിലും ഗവൺമെൻറ് മേഖലയിലായിരുന്നാലും അഡ്മിഷൻ നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരെ, DO മാരെ, AO മാരെ, മറ്റ് ഉദ്യോഗസ്ഥന്മാർ, വിജിലൻസിനെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.